അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച്? 20 ഭാഗ്യശാലികൾക്ക് 20 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 20 വരെ പർച്ചേസ് ചെയ്യുന്ന 20 പേർക്കാണ് ഈ സൗഭാഗ്യം. എങ്ങനെയാണെന്നല്ലേ? എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു. ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെ കുറിച്ച് അറിയണ്ടേ? ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ, ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ, 10 പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറക്കല്ലേ, ഈ ഓണം സെവൻസിനോടൊപ്പം. സായനകൂട്ടം 8ാമത് വാർഷിക സ്നേഹസംഗമം നടന്നു. കൊച്ചിയിലെ മുതിർന്ന കലാകാരന്മാരുടെ കലാസമിതിയായ സായനകൂട്ടം 8ാമത് വാർഷികാഘോഷ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കൊച്ചി കപ്പലണ്ടിമുക്ക് ഷാദിമാലയിൽ നടന്ന ചടങ്ങിൽ സുപ്രസിദ്ധ ബാലസാഹിത്യകാരനും അധ്യാപകനുമായ CP പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ക്ലാസ്സിലിടാൻ ഒരു വെള്ള കുപ്പായും വെള്ള ട്രൗസറും വേണം. പെട്ടെന്ന് അദ്ദേഹം മകനെ ഇടിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. മകനെ, വെള്ളക്കുപ്പായവും വെള്ള ട്രൗസറുമായാൽ 2-3 ജോഡി വേണ്ടി മാറി കൊടുക്കാൻ പെട്ടെന്ന് മുഷിഞ്ഞു പോയില്ലേ? അത് വാങ്ങിത്തരാൻ അച്ഛൻ്റെ കയ്യിൽ കാശില്ലല്ലോ. ഞാൻ നിനക്കൊരു കാക്കി കുപ്പായവും കാക്കി ട്രൗസറും വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് അതാണ് വാങ്ങിക്കൊടുത്തിരുന്നത്. അതൊക്കെ ഇട്ടാണ് യേശുദാസ് പോയിരുന്നത്. പ്രസിഡന്റ് ഹമീദ് ഇസ്ക്രയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കൗൺസിലർ M. ഹബീബുള്ള, കൊച്ചിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു. ഇവിടെ എല്ലാവരും ചെറുപ്പക്കാരെന്ന് തന്നെ വിശ്വാസമാണിത്. അടുത്ത തവണ വരുമ്പോൾ എന്തായാലും ഞാൻ മുടി ഡൈ ചെയ്തിരിക്കും. ചെറുപ്പക്കാരായി തന്നെ വരും. തീർച്ചയായിട്ടും മനസ്സിപ്പോഴും ഒരു കോളേജിന്റെ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഓർക്കുക. നമ്മളെല്ലാവരും ചെറുപ്പക്കാരാണ്. നമ്മൾ ആ വിശ്വാസത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകും എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തെ ഇപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്, കാരണം എനിക്ക് നേരിട്ട് പരിചയമില്ല, ഞാൻ സുനിതയോട് ചോദിച്ചു. അപ്പം അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞത്, ഇപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്ക് വരുന്ന ആളുകളിലെ മുടി നരച്ച ആളുകൾ അല്ലെങ്കിൽ താഴെ നരച്ച ആളുകൾ വളരെ ചുരുക്കമായ ആളുകൾ മാത്രമാണ്. ബാക്കി എല്ലാവരും ഇപ്പോഴും മുടിയും താടിയും ഒക്കെ നല്ല കറുത്ത നിറത്തിൽ നമ്മുടെ ഇടയിൽ ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആയിരിക്കാം. പക്ഷെ നമ്മുടെ മുമ്പിൽ കൂടിയിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിലെ സംഗീത പ്രതിഭകളായ ഹാർമണിസ്റ്റ് ഭാഷ, കീബോർഡ് ചിന്നപ്പൻ, തബലിസ്റ്റ് AN പൊന്നൻ, മഹദി ഹസൻ ഗസൽ ആലപിച്ച് വൈറലായ സലീക്കത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് പ്രസിദ്ധ ഗായകൻ മുകേഷിന്റെ ചരമദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഗാനങ്ങളും TM അലി, പൈലോപോൾ, സിറാജ്, ബിന്ദു രാജീവ്, ഷീജ, ഉമ്മർ, ജോസ്, MS അസീസ്, ഷംസുദ്ദീൻ, സുരേഷ്, ജോസ് ക്രിഫിൻ, ശോഭ വിജയകുമാർ, സീനത്ത് മജീദ് തുടങ്ങിയ 50-ൽ പരം അംഗങ്ങളുടെ പാട്ടരംഗം അരങ്ങേറി. സിബി ഞാറക്കൽ ക്വിസ് മത്സരം നയിച്ചു. അംഗങ്ങളുടെ ദേശഭക്തി ഗാനവും ഗായികയും ആർട്ടിസ്റ്റുമായ BB ബഷീറിന്റെ ചിത്രപ്രദർശനവും ഏറെ പേരെ ആകർഷിച്ചു. ജനറൽ സെക്രട്ടറി ഹാഷിം ഖാൻ സ്വാഗതവും ട്രഷറർ ജോസഫൈൻ ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. ഷെരീഫ് മൈത്രി, സുനിത ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.